നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഖദാ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദി ഫലിയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാതിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാതിഹി ഖൈറാ. നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ വെച്ച് നിർബന്ധ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നമസ്കാരം വീട്ടിലേക്ക് മാറ്റണം. ഇത് നാം കുടുംബത്തോടു കൂടി താമസിക്കുന്ന വീടാണെങ്കിലും വിദേശങ്ങളിലാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ മുറികളാണെങ്കിലും അതും വീട് തന്നെയാണ്. സുന്നത്ത് നമസ്കാരം നമ്മുടെ വീട്ടിലേക്ക് മാറ്റുക. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വീട്ടിൽ വെച്ച് നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങളുടെ നമസ്കാരത്തിലൂടെ ആ വീട്ടിൽ അള്ളാഹു ഖൈർ നൽകും. നമസ്കാരത്തിലൂടെ വീട്ടിൽ ഖൈർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നബിയെ, താങ്കൾ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം. താങ്കളും നമസ്കാരത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളണം. ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ നൽകുന്നതാണ്. അപ്പോൾ നമസ്കാരത്തോട് ബന്ധപ്പെടുത്തിയാണ് റിസ്ഖിനെ കുറിച്ച് പറഞ്ഞത്. നമസ്കരിക്കുന്ന ആളുകളുള്ള വീടുകളിൽ ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളിൽ ഹയാത്തുണ്ടാകും, ജീവിതമുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ദീന് ചർച്ച ചെയ്യുന്ന ഒരു വീടായി മാറണം നമ്മുടെ വീട്.